ഈ വഴിക്ക് പോയാൽ നമുക്ക് മൂന്നാറിലേക്ക് പോകാം, ഈ വഴിക്ക് പോയാൽ നമുക്ക് ഇടുക്കിയിലേക്ക് പോകാം. പക്ഷെ നമ്മൾ മൂന്നാർക്കും പോകല, ഇടുക്കിക്കും പോകല, നമുക്ക് വാഗമണ്ണും പോകല. ഇതൊക്കെ നമ്മൾ പോയി മടുത്ത സ്ഥലങ്ങളാണ്. അപ്പോൾ ഇത്തവണ നമ്മൾ പോകുന്നത് ഹൈവേവി മൗണ്ടൻസ് എന്നും മഹാരാജമേട്ടെന്നും അറിയപ്പെടുന്ന നമ്മുടെ മേഘമലയിലേക്കാണ്. തേനി ജില്ലയിൽ, തമിഴ്നാട് തേനി ജില്ലയിൽ സ്ഥിതി ചെയ്യണ മേഘമല. ഇഷ്ടംപോലെ തേയിലത്തോട്ടങ്ങളും മലകളും അതുപോലെ വെള്ളച്ചാട്ടങ്ങളും എല്ലാം ഉള്ള പ്രകൃതി അടിപൊളിയായിട്ട് ഒരുക്കി വെച്ചേക്കണ ഒരു സൂപ്പർ സ്ഥലം. അപ്പോൾ നമുക്ക് പോയിട്ട് അതിൻ്റെ വിശേഷങ്ങൾ കാണാം. അതെ, എൻ്റെ ഒപ്പം എല്ലാവരും ഉണ്ട് കേട്ടോ. നമ്മുടെ ഫുൾ ടീം ഇന്ന് ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ചെറുക്കനും ഉണ്ടെന്ന്. അപ്പോൾ നമുക്ക് നേരെ ഇടുക്കി റൂട്ടിലേക്ക് കയറാം. നമ്മൾ ഇടുക്കി റൂട്ട് വഴിയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ വഴിയൊക്കെ പോകണ വഴിക്ക് പറഞ്ഞുതരാം. വാ, നമ്മളേ അങ്ങോട്ടേക്ക് കട്ടപ്പനയിലേക്ക് പോണ വഴി, കട്ടപ്പന എത്തിയിട്ടില്ല, അതിന് മുമ്പായിട്ട് ഇതേ കണ്ടൊരു പാലം ഉണ്ട്. കണ്ടപ്പോൾ ഒരു രസം തോന്നിയ കാരണം ഇവിടെ വണ്ടി നിർത്തി. ഈ വെള്ളത്തിൻ്റെ മേലിക്കൂടെ പണിതേക്കുന്ന ഒരു പാലം. എനിക്ക് തോന്നുന്നത് ഏതൊരു വീട്ടിലേക്ക് പോകാനുള്ള പാലം എന്ന് തോന്നുന്നത്. അവിടുത്തെ നേരെ അങ്ങോട്ട് സ്റ്റെപ്പൊക്കെ കാണുന്നുണ്ട്. നല്ല രസമുണ്ട്. ഇങ്ങനെ ആർച്ച് പോലെ നല്ല രസമായിട്ട് പണിതിട്ടുണ്ട്. ഉണ്ട് ഈ പാലത്തിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള വ്യൂ. ഇപ്പം ഈ വേനൽക്കാലം ആയതുകൊണ്ട് അവിടെ മഴക്കാലത്ത് നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി സ്ഥലമായിരിക്കുന്നത്. തോണിയിലടി ചെറിയ പാല് കണ്ടത്. നമുക്ക് ജസ്റ്റ് ഈ സ്റ്റെപ്പ് കയറിയിട്ട് അവിടെ എന്താണെന്ന് നോക്കാം. അറിയില്ല, വീടാണോ പറമ്പാണോ അതോ റോഡോ അങ്ങനെ എന്തെങ്കിലും സംഭവമാണോ എന്ന് നോക്കാം. പതുക്കെ പോയാൽ മതി. എടി ഇത് റോഡാടി, ആരുടെ വീടല്ലാടി? കണ്ടോ, ഇത് റോഡാണ്. അപ്പോൾ ദേ അവിടുത്തെ ആ റോട്ടിൽ നിന്ന് ഈ റോഡിലേക്ക് വരാനുള്ള പാലം ഉണ്ട്. ഇത് ഇവിടെ ഒരു റോഡ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ മിറാക്കിൾ ഫാം ഹൗസിലാണ് ഇപ്പോൾ ആദ്യം വന്നേക്കുന്നത്, കട്ടപ്പനയിൽ. ഇതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം കേട്ടോ. കാരണം ഇവിടെ കുറേ കാണിക്കാനുണ്ട്. അപ്പോൾ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ യാത്ര ജസ്റ്റ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമ്മുടെ യാത്ര വീണ്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ നമ്മളിത് രാമക്കൽമേട് എത്തി. നമ്മളിത് പുനർജനി എന്ന് പറഞ്ഞ റിസോർട്ട് ബുക്ക് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മളിത് അവിടെ എത്തി ചെക്കിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വെള്ളം അതുപോലെ പേസ്റ്റല്ല ബ്രഷ് സോപ്പ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പേസ്റ്റ് ഉണ്ടാവും ഇതിനകത്ത്. അപ്പോൾ റൂം നമ്മൾ പോയി കണ്ടത് ഇതുപോലത്തെ ഒരു റൂം അങ്ങറ്റതാണ്. അപ്പോൾ ഞാൻ പോകുമ്പോൾ അത് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരു മലയുടെ മേളിലായിട്ട് നിൽക്കുന്ന രീതിയിലാണ് ഇൻഡിവിജ്വലായിട്ടുള്ള ബിൽഡിങ്സാണ് ഇവർ ചെയ്തേക്കുന്നത്. അതൊക്കെ ഞാൻ ചെന്നിട്ട് കാണിച്ചു തരാം. റൂമിലേക്ക് പോവാം. നോ, കാർ എടുക്കാം, അങ്ങോട്ട് വണ്ടി പോവും. എടാ സീനു, എന്തേടാ താക്കോല് സോപ്പ് ഡെൻ്റൽ കിറ്റ് പോവാം. നമുക്ക് വേഗം പറ്റില്ല ചോട്ടാ. ഓഫ് റോഡാണ്, ഓഫ് റോഡ്. ഇതേ കാണുന്നു നമ്മുടെ കോട്ടേജിലാണ് നമ്മൾ താമസിക്കുക. ഇതേ ആ അറ്റത്ത് കാണുന്ന രണ്ടെണ്ണം ഉണ്ടോ ഹട്ട് ഇവിടെ ഉള്ളത്. ഹട്ടുണ്ട്, ഇതുപോലത്തെ കോട്ടേജുകളുണ്ട്, അതുപോലെ എക്സിക്യൂട്ടീവ് കോട്ടേജ് ഉണ്ട്. എക്സിക്യൂട്ടീവ് കോട്ടേജ് ഞാൻ അവിടെ കയറി കണ്ടായിരുന്നു. ഇതിൽ 4 റൂം വരും. അതിൽ സിംഗിളാണ് എക്സിക്യൂട്ടീവ്. ഇതുപോലെ തന്നെ വലിയ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളതാണ് എക്സിക്യൂട്ടീവ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ 4 റൂം വരുന്ന രീതിയിൽ. ഇതിലും അത്യാവശ്യം സ്പേസ് ഞാൻ കയറി കണ്ടിട്ടുണ്ട്. ഞാൻ നേരെ അകത്തേക്ക് കയറുമ്പോൾ ഞാൻ കാണിച്ചു തരാം. കയറാ. അപ്പോൾ നേരെ നമ്മളിത് സ്റ്റെപ്പ് കയറി. ഇതാണ് നമ്മുടെ ഫസ്റ്റ്. നല്ലൊരു സൂപ്പർ വരാന്തയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് ഇവിടെ നിന്ന് പുറത്തേക്കുള്ള കാഴ്ചയൊക്കെ കണ്ട് ഇരിക്കാൻ പാകത്തിന് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഡോർ തുറന്ന് കയറാം. ആണ് നമ്മുടെ റൂം. കയറി ലൈറ്റൊക്കെ ഇട്ട് ഇത്രയും ലൈറ്റേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്തേക്ക് കയറിയാൽ നല്ലൊരു ബെഡ് കാര്യങ്ങളുണ്ട്. നിങ്ങൾ സീറ്റ് പിടിച്ചാൽ ആദ്യം തന്നെ. ഇത് ഇവിടെ ആയിട്ട് ഒരു വാർഡ്രോബ് ഉണ്ട്. ടി വിയിലല്ലോ നൂറി. അയ്യോ, ടി വി ചോദിക്കാം, നമുക്ക് വേറെ റൂമാക്കാം. ഇനി ബാത്റൂം കാണിച്ചു തരാം. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂം തന്നെയുണ്ടോ.
ആ നമ്മൾ കുറേ ദൂരെ കാടിനകത്താണ്. ഇവിടെ പുറത്ത് മാനൊക്കെ വരും അറിയാവോ? കൊരങ്ങനും മാനൊക്കെ വരും. ബനാനയോ? കൊരങ്ങനെ കൊടുക്കാൻ മേടിച്ച ബനാന നീ? ഐ ഓൾസോ മങ്കി ഓൾസോ എന്നാ? അതെന്താ? ഓ അങ്ങനെ, അതങ്ങനെയാണോ പറയണ്ടേ? സ്കൂളിൽ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. ഐ ഓൾസോ ബ്രിങ്, മങ്കി ഓൾസോ ബ്രിങ്. ഒരു ഹോട്ടലിൽ വന്ന് അവിടുത്തെ പേസ്റ്റും ബ്രഷും വരെ അടിച്ചുകൊണ്ട് ഒരുത്തി എന്നിട്ട് കേരളാവ് എന്താ സാധനം കേറാതെ നോക്കിയപ്പോൾ എന്താ ആ തല്ലല്ലേ. അപ്പോൾ ഇവിടെ വന്ന് ചെക്കിങ് ചെയ്ത് അവർ റെഡി ആവണം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ കാറ്റാടിപ്പാടം പോവാം. കാറ്റാടിപ്പാടത്തുനിന്ന് ഒന്ന് വെയിലൊന്ന് ശരിക്കും ആറട്ടെ, ഒരു 6 മണിക്ക് കഴിയാൻ നേരത്ത് നേരെ ഈ സ്റ്റാച്യൂടെ അങ്ങോട്ട് വരാം. അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് അവിടെ തന്നെ താഴെ ചെന്ന് ഫുഡ് കിട്ടും. ഇപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്തൊരു ഹോട്ടൽ പോലും കാണാനില്ല, എല്ലാം അടച്ചിട്ടേക്കാം. അപ്പോൾ ഇപ്പോൾ താഴെ പറഞ്ഞാൽ ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട്. അപ്പം നേരെ അവിടെ വന്നിട്ട് ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നേരെ റൂമിലേക്ക് വരാം. എന്നാൽ പിന്നെ രാത്രി ഇവിടെ രാവിലെ എണീറ്റ് രാവിലെ തന്നെ നേരെ മേഘമലയിലേക്ക് പോകണം. കാരണം മേഘമലയിലേക്ക് നമ്മൾ ഇവിടെ റൂം എടുത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ മേഘമലയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ സ്റ്റേയുടെ ഓപ്ഷൻസ് ഭയങ്കര കുറവെന്ന് പറഞ്ഞാൽ ആകെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഹോസ്റ്റൽ സെറ്റപ്പ് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും അവിടെ സ്റ്റേക്കുള്ള ഓപ്ഷനില്ല. അപ്പോൾ ഏറ്റവും അടുത്ത് കിട്ടാവുന്നത് ഞാൻ നോക്കിയിട്ട് ഈ രാമക്കലിൽ നിന്ന് എടുക്കുന്നതാണ്. ഏകദേശം അടുത്ത് തന്നെ താഴത്ത്, ഇല്ലെങ്കിൽ പിന്നെ കമ്പം പോയിട്ട് എടുക്കണം. അവിടെ നമുക്ക് തമിഴ്നാട്ടിലേക്ക് പോകണേക്കാൾ നല്ലത് നമുക്ക് മലയാളീസിൻ്റെ ഒരു സ്റ്റേ കിട്ടുന്നത് ഏറ്റവും നല്ലത്. ഹോട്ടൽസും കാര്യങ്ങളും നമ്മുടെ നാട് തന്നെയാണ്, അതുകൊണ്ട് ഇവിടെ എടുത്തത്. അപ്പം ഇനി രാവിലെ തന്നെ രണ്ട് മണിക്കൂർ ഓട്ടോ ഉണ്ട്, 2 മണിക്കൂറും 11 മിനിറ്റും ഓട്ടോ ഉണ്ട്. അത് ചിന്നമണ്ണൂരിലേക്കല്ല കേട്ടോ, മേഘമലയ്ക്കാണ്. ചിന്നമണ്ണൂർക്ക് അത്രയും ഇല്ല ഞങ്ങൾക്ക് ചെക്ക് പോസ്റ്റ് വരെ. അപ്പോൾ മാക്സിമം രാവിലെ തന്നെ 6 മണിക്ക് ചെക്ക് പോസ്റ്റ് ഇറക്കും. ആ ടൈം ആകുമ്പോഴത്തേക്കും നമുക്ക് ചെക്ക് പോസ്റ്റിൽ എത്തേണ്ട രീതിയിൽ ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ നേരെ ഫ്രഷായിട്ട് നമുക്ക് കാറ്റാടിപ്പാടത്തിൻ്റെ വിശേഷങ്ങൾ പോകാം.